എല്ലാവർക്കും KMTVയുടെ കർണാട്ടിക് വയലിൻ ലെസൺ 64ലേക്ക് സ്വാഗതം. ഞാൻ അജയ്കുമാർ ജി. ഇന്ന് മുതൽ കർണാടക സംഗീതത്തിലെ സഭാഗീതങ്ങളിൽ പെടുന്ന വർണ്ണം സെക്ഷനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് ആദിതാള വർണ്ണങ്ങൾ. ഞാൻ എപ്രകാരം വായിക്കുന്നു ആ രീതിയിൽ തന്നെ നിങ്ങളിത് വായിച്ച് പഠിക്കണം. അതായത് ആദിതാള വർണ്ണത്തിലെ നിന്നു കോരി എന്ന ഹരികാംബോജി രാഗത്തിൻ്റെ ജന്യരാഗമായ മോഹനം രാഗത്തിലുള്ള ആദിതാള വർണ്ണമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് ചില ഗമക പ്രാധാന്യമൊക്കെ ഉണ്ട്, അതൊക്കെ കൊടുത്തു വേണം വായിക്കാൻ. അപ്പോൾ ഏത് രീതിയിൽ നിങ്ങളെ പഠിപ്പിക്കുന്നു ആ രീതിയിൽ തന്നെ വായിക്കുക, പഠിക്കുക, നന്നായി വായിക്കുക. അപ്പോൾ നമുക്ക് ഈ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ഒന്നാമത്തെ ആദിതാള വർണ്ണമായ നിന്നുകോരി എന്നുള്ളതിൻ്റെ പല്ലവി അനുപല്ലവി ഇന്ന് നമുക്കൊന്ന് പഠിക്കാം. ആദ്യം നോർമൽ രീതിയിൽ വായിക്കുന്നതാണ് നമ്മൾ പഠിക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഗമകത്തോടെ അതെങ്ങനെ വായിക്കണം, എവിടൊക്കെ ഗമകം കൊടുക്കാം എന്നുള്ളതും നമ്മൾ പറയും. അപ്പോൾ അതിൻ്റെ ആരോഹണം അവരോഹണം ഇപ്രകാരമാണ്: സാരി ഗ പ ദ സ ദ പ ഗ രി സ. ഞാൻ മുമ്പ് പറഞ്ഞു, മേളകർത്താരാഗപ്പട്ടികയിലെ 28ാമത്തെ രാഗമായ ഹരികാംബോജിയുടെ ജന്യരാഗമാണ് മോഹനം. അതിൽ സ്വരങ്ങൾ എന്ന് പറഞ്ഞാൽ ഷഡ്ജം, ചതുർശ്രുതി ഋഷഭം, അന്തരഗാന്ധാരം, പഞ്ചമം, ചതുർശ്രുതി ദൈവതം, മേൽസ്ഥായി സ, തിരിച്ചും അതുപോലെ തന്നെ മേൽസ്ഥായി സ, ചതുർശ്രുതി ദൈവതം, പഞ്ചമം, അന്തരഗാന്ധാരം, ചതുർശ്രുതി ഋഷഭം, മധ്യസ്ഥായി സ. അപ്പം ആദ്യം അതിൻ്റെ ആരോഹണം അവരോഹണം നമുക്കൊന്ന് വായിക്കാം. ഒന്നുകൂടി. ഇതിൻ്റെ പല്ലവി ഇപ്രകാരമാണ്: നിന്നു കോരി യോ നാനോ റ നീ കീല ലോക നായക. പാട്ടുകാരനല്ല ഞാൻ, അതുകൊണ്ട് സ്വരവും എൻ്റെ സൗണ്ടും അത്ര നല്ലതല്ല. ഇതാണ് ഇതിൻ്റെ സാഹിത്യം. ഇതിൻ്റെ ഒന്നാമത്തെ പല്ലവിയുടെ ഒന്നാമത്തെ ലൈൻ അതായത് ഇപ്രകാരമാണ്: ഗ ഗ രി, അല്ലെങ്കിൽ ഗ ഗ രി രി, സാ സാ രി രി, ഗ ഗ രി രി. രണ്ടാമത്തെ ലൈൻ സാ രി ഗ രി സാ രി സാ ദ സാ രി ഗ പ ഗ രി
സാരി. ഒന്നും രണ്ടും ലൈൻ 2 തവണ വായിക്കണം. അതിനുശേഷം മൂന്നാമത്തെ ലൈൻ ഗ പ ദ ഗ പ ഗ ഗ രി സാരി ഗ രി രി സാ ദ സാരി ഗ രി ഗ പ ദ പ ദ പ ദ സ ദ പ ഗ ദ പ ഗ രി. ഇതാണ് ഇതിന്റെ സ്വരം. അപ്പൊ 1ഉം 2ഉം ലൈനിൽ രണ്ടാമത്തെ ലൈൻ തീരുമ്പോൾ വീണ്ടും ഒന്നാമത്തെ ലൈനിൽ പോയിട്ട് രണ്ടാമത്തെ ലൈനും കൂടെ വായിച്ചിട്ട് വേണം 3ലേക്ക് പോകാൻ. ഇതുപോലെ തന്നെ മൂന്നാമത്തെ ലൈനും 4ാമത്തെ ലൈൻ വായിച്ച് തീർത്ത് കഴിഞ്ഞ് വീണ്ടും 3ലേക്ക് തന്നെ പോകണം. ഒരു തവണ കൂടെ എന്നിട്ട് അത് വായിക്കണം. അപ്പൊ നമുക്കത് വായിക്കുന്നത് നോക്കാം. ഇപ്പൊ ഗമകം ഒന്നും കൊടുക്കണ്ട, പ്ലെയിനായിട്ട് ഇത് വായിച്ച് പഠിക്കണം. ഗ ഗ വീണ്ടും ഒന്നാമത്തെ ലൈൻ രണ്ടാമത്തെ ലൈൻ തീർന്നു. പിന്നെ 3ലേക്ക് കടക്കുക. വീണ്ടും മൂന്നാമത്തെ ലൈൻ തന്നെ ഒരു തവണ ഉണ്ട്. ഇത്രയും വായിച്ചതിന് ശേഷം നമ്മൾ അനുപല്ലവിയുടെ ആദ്യ സാഹിത്യം ഒന്ന് നോക്കാം. അപ്പോ അനുപല്ലവിയുടെ സാഹിത്യം ആദ്യം ഞാനൊന്ന് പറയാം. നാനോ പാലിം പാവയ്യ നാമീ തകൃപ ജോടര. ഇതാണ് ഇതിന്റെ സാഹിത്യം. നിങ്ങൾ നോക്കുമ്പോൾ സാഹിത്യം വളരെ കുറവും ഈ ഡാഷ് എന്നുള്ള വരകൾ കൂടുതലും. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ അനുപല്ലവിയും ഈ പല്ലവി വായിച്ച പോലെ തന്നെ ആദ്യത്തെ 2 ലൈൻ 2 തവണ, 3ഉം 4ഉം ലൈൻ അതിൻ്റെ തന്നെ അതും 2 തവണ വായിക്കണം. അപ്പൊ നമുക്ക് ആ സ്വരം ഒന്ന് നോക്കാം. അതിന്റെ സ്വരം ഗ ഗ പ ഗ ഗ പ പ ദ ദ പ സ ദ പ ഗ ദ പ ദ ഗ ദ പ ഗ രി ഗ ഗ പ ഗ ഗ പ പ ദ ദ പ സ ദ പ
ശേഷം മൂന്നാമത്തെ ലൈൻ ഗ ഗ പ പ പ ദ സ ദ സ രി സ ഗ രി സ ദ സ രി സ ദ പ ദ സ ദ പ ഗ രി സ രി ഗ ഗ പ പ പ ദ സ ദ സ രി സ ഗ രി സ ദ സ സ ദ പ ദ സ പ ഗ രി സ രി. ഇത്രയും നിങ്ങൾ ഓരോ നോട്ട് വീതം വായിച്ച് പഠിച്ചു കഴിയുമ്പോൾ അടുത്ത ക്ലാസ്സിൽ ഞാൻ ഇത് ഗമകത്തോടെ എങ്ങനെ ഇടുന്നത് നിങ്ങളോട് പറഞ്ഞു തരാം. അപ്പൊ നമുക്കിതൊന്നുകൂടെ നോക്കാം. പല്ലവി ഒരു തവണ കൂടെ ഞാൻ വായിക്കാം, ശ്രദ്ധിക്കുക എന്റെ കൈകളിലേക്ക്. പല്ലവി തീർന്നു. ഇനി അനുപല്ലവി. അനുപല്ലവി തീർന്നതിന് ശേഷം പല്ലവിയിലോ അനുപല്ലവിയിലോ നമ്മൾ തീർക്കുന്നതുകൊണ്ടാണ് ഒന്നാമത്തെ ലൈൻ ഒരു ലൈൻ നമ്മൾ വായിച്ചാണ് സായ കൊണ്ടുവന്ന് അത് നിർത്തിയത്. അപ്പോൾ ഇത് നിങ്ങൾ ഓരോ സ്വരങ്ങൾ വീതം വായിച്ച് പഠിക്കുക. പിന്നെ ഇവിടെ നിങ്ങൾ പ്രയോഗിക്കേണ്ട ഒരു ചെറിയ കാര്യമുണ്ട്, അത് വരും. ഇനി ഗമകം ഇടുമ്പോൾ അടുത്ത ക്ലാസ്സിൽ ഞാൻ പറയും. നിങ്ങളോട് ഞാൻ പറഞ്ഞായിരുന്നു സരിഗമ പദനിസ ഈ രൂപത്തിൽ വായിച്ച് പഠിക്കണം.
ഈ രൂപത്തിൽ വായിക്കണമെന്ന് ഞാൻ പറഞ്ഞാൽ അത് വായിച്ച് പഠിച്ചെങ്കിലേ ഇതിനകത്ത് ചില ടെക്നിക്കുകൾ ഉപയോഗിക്കാനും. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഒരു ഉപദേശമുണ്ട്. എല്ലാവരോടും അല്ല, എന്നെ കാണുന്നവരും ഞാൻ വായിക്കുന്നത് കണ്ടു പഠിക്കുന്നവരും ബേസിക് എക്സസൈസുകൾ നിങ്ങൾ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യണം. ചെയ്തെങ്കിലേ നിങ്ങൾക്ക് വരണം. ഇനി ഇത് കഴിഞ്ഞാൽ ചെറിയ കീർത്തനങ്ങൾ അതായത് എല്ലാം തുടങ്ങും. ഇത് നല്ല രീതിക്ക് വായിക്കാനും, എസ്പെഷ്യലി പന്തൂരാളി എന്ന് പറയുന്ന ഒരു രാഗമുണ്ട്, അത് വായിക്കണേ നമ്മൾ ഈ സെക്കൻഡ് സ്ട്രിങ് മേളി വരെയുള്ളത് പഠിച്ചെങ്കിലേ നമുക്ക് നല്ല രീതിയിൽ അത് വായിക്കാനും. അപ്പം അത് ശ്രദ്ധിക്കുക. ഇത് പല്ലവിയും അനുപല്ലവിയും നല്ല പോലെ ഒരു ബോയിൽ ഒരക്ഷരം എന്നുള്ള നിലയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പം എൻ്റെ ഈ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായിട്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ഇതുവരെ ചെയ്യാത്തവർ ദയവായിട്ട് അത് ചെയ്യണം. കാരണം സംഗീതത്തിൻ്റെ ക്ലാസ്സുകൾ കൊണ്ടുപോവുക എന്ന് പറയുന്നത് അത്ര ലാഭകരമല്ല. പലപ്പോഴും ഞാൻ കാണാറുണ്ട് വല്ല വെഹിക്കിൾ ബ്ലോഗോ വല്ലതും ആയിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ എൻ്റെ തൊഴിൽ അതല്ല. അതുകൊണ്ട് ഞാൻ എനിക്കറിയാവുന്ന ഒരു വിദ്യ മറ്റുള്ളവർക്ക് ഗുണപ്പെടട്ടെ എന്ന് കരുതി ഞാൻ ഇതിട്ടതാണ്. ദയവായിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അതുവഴി നിങ്ങൾ എനിക്ക് ഒരു സഹായം കൂടാണ് തരുന്നത്. ഇതുവരെ ഈ ചാനൽ മോണിറ്റൈസ് ആയിട്ടുമില്ല. അപ്പോൾ അടുത്ത ഒരു ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി ഭാഗവുമായിട്ട് കാണുന്നിടം വരെ നന്ദി, നമസ്കാരം. പിന്നെ ഒരു ചെറിയ കാര്യം കൂടെ ഞാൻ പറയുവാണ്. ഞാൻ അടുത്ത ഇതിൻ്റെ ക്ലാസ്സിനോടൊപ്പം തന്നെ, അല്ല ഈ ക്ലാസ്സിന് ശേഷമാണെങ്കിലും ഗാനങ്ങൾ ആദ്യം വന്ദേമാതരം ഇടും, അത് കഴിഞ്ഞാൽ സിനിമാ ഗാനങ്ങളും കൂടെ ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ അതിൻ്റെ എല്ലാം നോട്ട്സ് റെഡിയാക്കിക്കൊണ്ടിരിക്കുക. അപ്പം അടുത്ത ക്ലാസ് മുതൽ നിങ്ങൾക്കതും പ്രതീക്ഷിക്കാം. അപ്പം അടുത്ത ഒരു ക്ലാസ്സിൽ കണ്ടുമുട്ടുന്നിടം വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.